ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ശ്രീമന്നാരായണീയം ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അപ്പം ഇതിൻ്റെ പദങ്ങളെ നമുക്കൊന്ന് പിരിച്ചു നോക്കാം. സാന്ദ്ര ആനന്ദ അവബോധ ആത്മകം അനുപമിതം കാല ദേശ അവധിഭ്യാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം. സാന്ദ്ര ആനന്ദ അവബോധ സാന്ദ്രാനന്ദാവബോധ ആത്മകം അനുപമിതം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശ അവധിഭ്യാം. കാലദേശാവധിഭ്യാം. അടുത്ത വരി. നിർമുക്തം നിത്യമുക്തം നിഗമ ശത സഹസ്രേണ നിർഭാസ്യമാനം. നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഒരു പുരുഷാർത്ഥ ആത്മകം ബ്രഹ്മതത്വം. ഇതിനകത്ത് പുനരുരു പുരുഷാർത്ഥാത്മകം. അപ്പോൾ പുനരുരു എന്ന് പറയുമ്പോൾ അത് പുനഃ പുനഃ കഴിഞ്ഞിട്ട് അവിടെ ഒരു വിസർഗമുണ്ട്. പുന കഴിഞ്ഞിട്ടൊരു വിസർഗമുണ്ട്. ആ വിസർഗം മാറിയിട്ടാണ് അത് രായാവുന്നത്. അപ്പോൾ പുനരുരു, പുനഃ പ്ലസ് ഉരു ആണ് പുനരുരു. പുനഃ പ്ലസ് ഉരു പുനരുരു. പുരുഷാർത്ഥ ആത്മകം പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അടുത്ത വരി. തത് താവത് ഭാതി. അതാണ് തത്താവത് ഭാതി. തത് താവത് ഭാതി. തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഹരി ഓം. ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മാധുര്യവും. ശ്ലോകം 1 അന്വയവും അർത്ഥവും ഒന്ന് നോക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകം. സാന്ദ്ര ആനന്ദ അവബോധാത്മകം എന്ന് വെച്ചാൽ എന്തൊന്നാണ്? ആ ഇടമുറിയാത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയതും. അതാണ് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. അപ്പം അങ്ങനത്തെയുള്ള ആ സ്വരൂപത്തോടു കൂടിയതിനെ സദൃശ്യമായിട്ട് മറ്റൊന്നില്ലാത്തതും, അതിനെ വേറൊന്നിനോട് ഉപമിക്കാൻ പറ്റത്തില്ല. ആ ഇടമുറിയാത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന ആ സ്വരൂപത്തോടു കൂടിയ ആ ഭഗവാനെ
വേറൊന്നിനോടും നമുക്ക് ഉപമിക്കാനായിട്ട് സാധ്യമല്ല. അത് അനുപമിതം എന്ന് വെച്ചാൽ സദൃശമായി മറ്റൊന്നില്ല. അങ്ങനെ മറ്റൊന്നില്ലാത്തതും കാലദേശാവധിഭ്യാം നിർമുക്തം. കാലദേശ അവധിഭ്യാം നിർമുക്തം. കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ അവധിയിൽ നിന്നും തീരെ വേർപെട്ടതും. എന്ന് വെച്ചാൽ എന്തൊന്നാണ് ഈ കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ എന്ന് വെച്ചാൽ ഇത് ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഏത് ദേശത്തിൽ നിന്നോ ഏത് കാലത്തിൽ നിന്നോ ഉണ്ടായതാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ആ അവധിയിൽ നിന്നൊക്കെ വേർപെട്ടതാണ്. നിത്യമുക്തം. അപ്പം നിത്യമുക്തമായിട്ടുള്ളത് എന്താണത്? സുഖദുഃഖാദികളുടെ സംബന്ധം ഒട്ടുമില്ലാത്തതും. ആ സുഖദുഃഖാദികളുടെ സംബന്ധം എന്ന് പറയുന്നത് എന്തോന്നാണ്? ആ മായാബന്ധം ഒട്ടുമില്ലാത്തതും. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നിഗമശതസഹസ്രേണ എന്ന് വെച്ചാൽ അനേകം ശ്രുതിവാക്യങ്ങളാൽ നിശേഷം വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതും. അപ്പോൾ ഈ ഭഗവാനെക്കുറിച്ച് ഒരുപാട് ശ്രുതിവാക്യങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് പറയുന്നത് നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അനേകം ശ്രുതിവാക്യങ്ങളാൽ തികച്ചും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതും. അസ്പഷ്ടം എന്നാലോ അസ്പഷ്ടവുമാണ്. സ്പഷ്ടമേ അല്ല. ഇന്നമാതിരി ഇരിക്കുന്നു, ഇന്ന പോലെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. നമ്മുടെ ധ്യാനത്തിൽ ഓരോരുത്തരും ഏത് തരത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നുവോ ആ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭഗവാനെ. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞതാണ് ഭഗവാൻ. ഈ ഒരു വസ്തു പോലും ഭഗവാൻ അല്ലാത്ത വസ്തു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ആ ഒരു വസ്തു, അങ്ങനെയുള്ള ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് എങ്ങനെ സ്പഷ്ടമാക്കാൻ പറ്റും? ഇന്ന തരത്തിലാണെന്ന് സ്പഷ്ടമാക്കാൻ പറ്റത്തില്ല. അതാണ് സ്പഷ്ടമല്ലാത്തതും. ദൃഷ്ടമാത്രേ പുനഃ. പക്ഷേ എന്നാലോ ഒന്ന് കണ്ടാൽ തന്നെയോ നമുക്ക് പിന്നെ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നും. അത് അങ്ങനെയുള്ള ഒരു പുരുഷാർത്ഥാത്മകം, അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ തത് ബ്രഹ്മതത്വം, ആ പ്രസിദ്ധമായ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു ആണ് ഭഗവാൻ. അതെവിടെ ഇരിക്കുന്നു? ഗുരുഭവനപുരേ താവത് സാക്ഷാത് ഭാതി. ആ ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ ഇരിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, അത് നമ്മുടെയൊക്കെ ഭാഗ്യം തന്നെ അല്ലേ? ഹന്ത ജനാനാം ഭാഗ്യം. അഹോ, ആളുകളുടെ ഭാഗ്യം തന്നെയാണ് ആ ഗുരുവായൂരിൽ പ്രത്യക്ഷമായി ഇരുന്ന് വിളങ്ങുന്ന ആ ഗുരുവായൂരപ്പ. ഒന്ന് കണ്ടാലോ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന ആ രൂപം, ആ പരബ്രഹ്മം എന്ന പദാർത്ഥം, ആ വസ്തു, അതൊരു വലിയ പുരുഷാർത്ഥം തന്നെയാകുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ഭഗവാൻ ആ ഇടമുറിയാത്ത ആനന്ദമാണ്, ആനന്ദസ്വരൂപമാണ്. ഉപമിക്കാൻ വേറൊരു വസ്തുവില്ല. കാലത്തിനും ദേശത്തിനുമൊക്കെ അതീതമാണ്. സുഖദുഃഖാദികളുടെ സംബന്ധം ഒട്ടും തന്നെ ഇല്ലാത്തതാണ്. വേദങ്ങളാൽ പറഞ്ഞു തന്നിട്ടുള്ളതായ ആ തത്വം, ആ പ്രകാശം തന്നുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മതത്വം അസ്പഷ്ടമാണ്. എന്നാലോ രൂപമെടുത്ത് വന്നിരിക്കുകയാണ് ആ ഭഗവാൻ. ആ ഭഗവാന്റെ ദൃഷ്ടി നമ്മളിൽ ഒന്ന് പതിഞ്ഞാലോ, നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് ഒന്ന് നമുക്ക് നോക്കിയാൽ മതി. ആ ഭഗവാന്റെ ദൃഷ്ടി നമ്മളിലേക്കൊന്ന് പതിഞ്ഞാലോ ധർമ്മ അർത്ഥ കാമ മോക്ഷം, ഈ 4 മോക്ഷാർത്ഥത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അങ്ങനെയുള്ളവർ എവിടെ ഇരിക്കുന്നു? ആ ഭഗവാൻ എവിടെ ഇരിക്കുന്നു? ഗുരുവായൂരിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷമായിട്ട് ഈ രൂപമെടുത്ത് വന്ന ഭഗവാൻ എല്ലാവരുടെയും ഭാഗ്യം തന്നെയാണ്. അതാണ് ഹന്തഭാഗ്യം ജനാനാം എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ
ഹന്ത ഭാഗ്യം ജനാനാം.